എന്താണ് ശരിക്കും വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ? വിഷാദം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന് പഴയ പോലെ ഒരു സന്തോഷം തോന്നുന്നില്ല, ഒരു ഹാപ്പിനെസ് തോന്നുന്നില്ല, രാത്രിയൊക്കെ കടന്നാൽ ഇങ്ങനെ ഉറക്കം കിട്ടുന്നില്ല, പിന്നെ തോന്നുന്നു എന്തിനാണ് ജീവിക്കുന്നത്, ഒരു ഭാവിയെ കുറിച്ച് ഹോപ്പ്ലെസ്നെസ് വരിക. തുടർച്ചയായിട്ട് 2 ആഴ്ച ഇത്ര സിംറ്റംസ്, സങ്കടം, വിഷമം, കരച്ചില്, ഏറ്റവും സിവിയർ അവസ്ഥയ്ക്ക് പോകും. അപ്പോൾ നിർബന്ധമായിട്ടും ആ കണ്ടീഷൻ നമ്മൾ അഡ്മിറ്റ് ആക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പലപ്പോഴും രോഗിക്ക് ഇത് മനസ്സിലാവില്ല. ഇപ്പോൾ ഉദാഹരണം, എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഡിപ്രഷൻ, പലപ്പോഴും എനിക്കിത് മനസ്സിലാവില്ല. എൻ്റെ കൂടെ എന്ന് താമസം എൻ്റെ വൈഫ് ഉണ്ട്, അവൾക്കാ മനസ്സിലാവുക. വിഷാദ രോഗം 2 തരം ഉണ്ട്. ഒരു ടിപ്പിക്കൽ ഡിപ്രഷൻ, ഒരു അറ്റിപ്പിക്കൽ ഡിപ്രഷൻ ഉണ്ട്. അറ്റിപ്പിക്കൽ ഡിപ്രഷൻ ഈ പറഞ്ഞ പല സിംറ്റംസ് ഉണ്ടാവില്ല. ആളെപ്പോഴും ഭയങ്കര ചിരിച്ചുകൊണ്ടേക്കാരോ, ആള് മുഖം എപ്പോഴും ഫേസ് കണ്ടുപിടിക്കാൻ കഴിയില്ല, ചിരിയായിരിക്കും. അത് ഉള്ളിൻ്റെ ഉള്ളിൽ കരച്ചിലേക്കാരും. ഒരു ടിപ്പിക്കൽ ഡിപ്രഷൻ അത് വിശപ്പ് കുറയും, താല്പര്യം കുറയും, അവർ തടി കുറയും. പക്ഷെ അറ്റിപ്പിക്കൽ ഡിപ്രഷൻ നേരെ ഓപ്പോസിറ്റ് കാര്യം, വിശപ്പ് കൂടും, അവർ തടി കൂടും, ഭക്ഷണം കൂടും, കണ്ടാ ചിരിയായിരിക്കും, പക്ഷെ ഉള്ളിൽ അവര് സങ്കടമായിരിക്കും.